അങ്ങനെ രാധയും കൃഷ്ണനും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വളരെ സങ്കടത്തോടു കൂടെ രാധ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, എനിക്ക് നിൻ്റെ കയ്യിലെ ഈ പുല്ലാങ്കുഴലായാൽ മതിയായിരുന്നു. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, അതെന്താ രാധേ അങ്ങനൊരാഗ്രഹം? അപ്പോൾ രാധ സങ്കടത്തോടു കൂടെ പറഞ്ഞു, കൃഷ്ണ, അങ്ങനെയാകുമ്പോൾ എനിക്കെപ്പോഴും നിൻ്റെ ചുണ്ടുകളോട് ഓരം ചേർന്ന് കിടക്കാലോ എന്ന്. അവിടെ കൃഷ്ണൻ കൊടുക്കുന്ന വളരെ സുന്ദരമായൊരു മറുപടി, ഇറ്റ് ഈസ് വെരി 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 പ്രസക്തം. കൃഷ്ണൻ പറഞ്ഞു, രാധേ, ഈ വിശുദ്ധമായ ശ്വാസം ഈ പുല്ലാങ്കുഴലിനകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ സുന്ദരമായ ഗീതുകൾ രചിക്കപ്പെടുന്നു. എന്നാൽ ഈ പുല്ലാങ്കുഴലിനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളം പൊള്ളയാണ്, ശൂന്യമാണ്. അതിന് അഹന്തയില്ല, അഹങ്കാരമില്ല. എന്നാൽ ഇതിനേക്കാൾ വിശുദ്ധവും മനോഹരമാണ് മനുഷ്യനെന്ന് പറയുന്ന പുല്ലാങ്കുഴൽ. അതിലൂടെയും ഈ ശുദ്ധമായ ശ്വാസം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും ആ മേൽക്കുപ്പായങ്ങളൊക്കെ അഴിച്ചു വെച്ച് ഈ ശ്വാസം പ്രവഹിക്കുമ്പോൾ സുന്ദരമായ കർമ്മങ്ങളുടെ ഗീതുകൾ രചിക്കാൻ മനുഷ്യന് സാധിക്കും. അത് എൻ്റെ കയ്യിലെ പുല്ലാങ്കുഴലിനേക്കാൾ എത്രയോ വിശുദ്ധമാണ്. ഇറ്റ്സ് എ ഡീപ്പ് പോയിന്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.